ഫുട്ബോളിന്റെ പ്രതീക്ഷയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. മഞ്ഞക്കുപ്പായത്തിൽ കേരളത്തിന്റെ ഫുട്ബോൾ മോഹങ്ങൾ പ്രതീക്ഷ നൽകുന്ന കൊമ്പന്മാർ എന്നും ആരാധകർക്ക് വലിയ ആവേശമാണ്. തകർന്നടിയുമ്പോഴും നെഞ്ചേറ്റുന്ന വലിയ ആരാധക കൂട്ടായ്മയും ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാണ്. ഇതുവരെ കപ്പിലേക്ക് എത്താനാവാത്ത നിരയാണെങ്കിലും ആരാധകരുടെ ഹൃദയം തൊട്ടറിയാൻ ബ്ലാസ്റ്റേഴ്സിന് എന്നും കഴിഞ്ഞിട്ടുണ്ട്. പല സീസണുകളിലും ആരാധകരെ വളരെയധികം സ്വാധീനിച്ച ചില താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് കുപ്പായത്തിൽ എത്തിയിട്ടുണ്ട്. ഇതിൽ താരങ്ങളും പരിശീലകരുമുണ്ട്. ഇയാനും കോപ്പലാശാനും ലൂണയുമെല്ലാം ഇത്തരത്തിൽ മഞ്ഞക്കുപ്പായത്തിൽ ആരാധക ഹൃദയത്തിൽ ഇടം നേടിയവരാണ്. ഇവരെയോടൊപ്പം ആരാധകർ നെഞ്ചിലേറ്റിയ താരങ്ങളിൽ ഒരാളാണ് യുവതാരമായ നോഹ. മൊണോക്കോയിൽ നിന്നും മേജർ ലീഗ് സോക്കറ്റിലേക്കും FC ഗോവയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്കും എത്തിയ നോഹ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പ്രതീക്ഷയായി മാറിയിരിക്കുകയാണ്. കളത്തിനുള്ളിലെ കലിപ്പനായ താരമാണെങ്കിലും ടീമിന്റെ വിജയത്തിനായി പൂർണ്ണമായും അർപ്പിക്കുന്ന കളിക്കാരനാണ് അദ്ദേഹം. ഒരു സീസൺ കൊണ്ട് തന്നെ ആരാധകർ നെഞ്ചേറ്റിയ താരമാണ് നോഹ. ഇപ്പോഴിതാ ടീമിനൊപ്പമുള്ള പുതിയ പ്രതീക്ഷകൾ മൈഖേലുമായി പങ്കുവെക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലെ സൂപ്പർ താരം. കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ ആരാധക പിന്തുണയുള്ള ടീമാണ്. അതുകൊണ്ട് തന്നെ മറ്റു ടീമുകളിൽ കളിച്ചിരുന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെക്കാൾ വ്യത്യസ്തമാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളിലുള്ളത്. അതിനാൽ തന്നെ അങ്ങേയറ്റം സീസൺ കടുപ്പമായിരുന്നു എന്നാണ് നോഹ തുറന്നു പറയുന്നത്. ഇപ്പോഴും മികച്ച പ്രകടനം നടത്താനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഞാൻ കളിക്കാൻ ഇറങ്ങുന്നത്. എന്നാൽ സീസണ് മുമ്പ് പരിക്കേറ്റത് തിരിച്ചടിയായി. ടീമിലേക്ക് മടങ്ങിയെത്തിയ ശേഷം താളം കണ്ടെത്താൻ വല്ലാതെ പ്രയാസപ്പെട്ടു. ഈ സീസണിന്റെ ടീമിന്റെ പ്രകടനവും നിരാശപ്പെടുത്തുന്നതായിരുന്നു. എന്നാൽ വളരെ പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്ന താരമാണ് ഞാൻ എന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കഴിഞ്ഞ കലിംഗ സൂപ്പർ കപ്പിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ നോഹ നേടിയ ഗോൾ എടുത്തു പറയേണ്ട ഒന്നായിരുന്നു. താരത്തിന്റെ മികവ് എടുത്തു കാട്ടുന്ന ഗോളായിരുന്നു ഇതെന്ന് പറയാം. ഇതിനെക്കുറിച്ചും നോഹ പറഞ്ഞിരുന്നു. ഫുട്ബോൾ കരിയറിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകാം. ഇത് സ്വാഭാവികം മാത്രമാണ്. ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്നും നോഹ പറഞ്ഞു. ഇത്തവണ പുതിയ പരിശീലകന് കീഴിലാണ് ബ്ലാസ്റ്റേഴ്സ് പടയൊരുക്കം നടത്തുന്നത്. ഡേവിഡിനൊപ്പം പരിശീലകനൊപ്പം ബ്ലാസ്റ്റേഴ്സ് പുതിയ നേട്ടങ്ങൾ സ്വപ്നം കാണുകയാണ്. ബ്ലാസ്റ്റേഴ്സിന് ടീം എന്ന നിലയിൽ ഒത്തൊരുമയോടെ കളിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇനി അതിന് സാധിക്കുമെന്ന് നോഹ പറഞ്ഞു. ടീം എന്ന നിലയിൽ മികവ് കാട്ടാനാവാത്തത് ഞങ്ങളുടെ വലിയ പ്രശ്നമാണ്. പുതിയ ശീലങ്ങൾ ഒത്തൊരുമയോടെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ്. കലിംഗ് സൂപ്പർ കപ്പിലെ തോൽവിയെ വലിയ നിരാശയോടെയാണ് ഞാൻ കാണുന്നത്. കാരണം അവർക്ക് 2 കിരീടങ്ങളുണ്ട്. അതിൽ ആത്മവിശ്വാസം അവർക്കുണ്ട്. എന്നാൽ ഞങ്ങളുടെ വലിയ ക്ലബ്ബാണ്. കഴിഞ്ഞ മാസത്തിലെ പോസിറ്റീവുകൾ ഉൾക്കൊണ്ട് പിഴവുകൾ മനസ്സിലാക്കി മുന്നോട്ടു പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് മുന്നൊരുക്കത്തിനുള്ള സമയമാണെന്നും അദ്ദേഹം പറഞ്ഞു. പല സമയത്തും അവസാന സമയത്ത് കളത്തിലെത്തിയ ഇമ്പാക്ട് സൃഷ്ടിക്കുന്ന ഫോർവേഡ് എന്ന നിലയിലാണ് നോഹ ഉപയോഗിക്കുന്നത്. എന്നാൽ ഫോർവേഡിനായി മാത്രം ഒരുങ്ങാൻ ആഗ്രഹിക്കുന്നില്ലെന്നും താരം തുറന്നു പറഞ്ഞിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇടതുവശത്തെ റോളാണ്. എന്നാൽ ഈ സീസണിൽ വലതുവശത്ത് ഞാൻ കളിച്ചു. സ്ട്രൈക്കറായും 2 സ്ട്രൈക്കർമാരും ഫോർവേഡിന് പിന്നിലായും കളിക്കുന്നു. യുവതാരങ്ങളോട് കൂടുതൽ സംസാരിച്ച് മികച്ച ധാരണയുണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പ്രതിഭ മാത്രം പോരാ, കഷ്ടപ്പാടും ആവശ്യമാണ്, നോഹ പറഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ ആരാധക പിന്തുണ ലഭിക്കുമ്പോഴും കപ്പടിച്ച് മറുപടി നൽകാൻ അവർക്കാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആരാധകരുടെ വികാരത്തെ മാനിക്കണമെന്നാണ് നോഹ പറയുന്നത്. ആരാധകരുടെ നിരാശകൾ എനിക്ക് മനസ്സിലാകും. ഞങ്ങളെ പിന്തുണയ്ക്കാൻ അവർ ഒരുപാട് കാര്യങ്ങൾ ത്യജിക്കുന്നുണ്ട്. മികച്ച ഫലം ഉണ്ടാവാതെ വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായും നിരാശയുണ്ടാവുന്നു. എന്നാൽ ഒരിക്കലും തോൽക്കണമെന്ന് ആഗ്രഹത്തോടെയല്ല ഞങ്ങൾ കളിക്കുന്നത്. ഈ ടീമിൽ എനിക്ക് വിശ്വാസമുണ്ട്. നമുക്ക് കപ്പ് നേടാനാകുമെന്ന് നോഹ കൂട്ടിച്ചേർത്തു.